അരുൺ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ UK-യിൽ നിന്ന് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. സോ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യമായി തന്നെ പറയട്ടെ, 2020-ലാണ് ഞങ്ങൾ UK-യിലേക്ക് ഇന്ത്യയിൽ നിന്നും എത്തുന്നത്. ആദ്യമൊക്കെ വന്ന ശേഷം ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വെതറൊക്കെ അടിച്ചുപൊളിയായിരുന്നു, നമുക്ക് സ്നോയിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പുതിയ അനുഭവമായി അടിച്ചു പൊളിച്ചു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം ശേഷം ഞങ്ങൾ മാഞ്ചസ്റ്ററിൻ്റെ ആഷൻ അണ്ടർലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെയും ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക്. പക്ഷേ നമുക്ക് ഈ വെതർ ഇങ്ങനെ മെല്ലെ നമ്മളെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ കണ്ടതുപോലെ ഈ സമയം ഇപ്പോൾ 5 വയസ്സിൽ മോനുണ്ട്. അപ്പം അവനവിടെ 3 വയസ്സ് 4 വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് ഈ കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ നഴ്സറി 4 വയസ്സായപ്പോൾ സ്കൂളിലൊക്കെ വിട്ട സമയത്ത് ഏകദേശം ഓരോ 2 മാസം കൂടുമ്പോഴും അസുഖം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി, എന്താ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം വൈഫിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് സ്റ്റാർട്ട് ചെയ്ത ശേഷം 3-4 പ്രാവശ്യം നമുക്ക് സിക്ക് ലീവ് എടുക്കുന്നു. കൊച്ചിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് സിക്ക് ലീവ് എടുക്കേണ്ടി വരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ ജോലിനെ ബാധിക്കുന്നു. പിന്നെ ഞാൻ പെർമനൻറ്റ് കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കും ഒരുപാട് ഈ ചൈൽഡ് കെയർ ലീവിന് നമുക്ക് NHS സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, പക്ഷെ നമുക്കൊരു പരിധി കഴിഞ്ഞ് നമ്മുടെ ജോലിയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ലീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലിനെ അത് ബാധിക്കും. അപ്പം ഈ ഫ്രീക്വൻ്റായിട്ട് ഈ സിക്കാവുകയാണ് കുഞ്ഞ്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഈ വളരെ ഞങ്ങൾ ബുദ്ധിമുട്ടി. അതൊരു റീസണാണ് കുഞ്ഞിൻ്റെ അസുഖം ഈ വെതർ കാരണം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ റീസൺ ഈ വെതർ കൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് ഒന്നും പോയിട്ടില്ല. വീട്ടിൽ വരുന്ന നമ്മുടെ ഈ തണുപ്പുള്ളതുകൊണ്ട് നമുക്ക് ഒരു ഗൗണിടും, മൊബൈൽ നോക്കിയിരിക്കുന്നു, ഒരു തരത്തിലുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസും ഇല്ല. ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിട്ട്. അത് എത്രത്തോളം മനസ്സിലാകുമെന്ന് UK-യിലുള്ളവർക്ക് അറിയാം. കാരണം നമുക്ക് ഈ തണുപ്പ് കാരണം, അല്ലെങ്കിൽ ഈ UK-യിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയുണ്ട്. രാവിലെ ജോലിക്ക് പോകുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഷൂ ഒക്കെ നനഞ്ഞ് നമുക്കൊരു 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ പാർക്കിങ്ങിനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ പാർക്കൊന്നും ചെയ്യാറില്ല. അപ്പം കാർ എടുത്ത് പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് മഴയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സമയത്ത് നമ്മൾ ഈ മഴയൊക്കെ നനഞ്ഞു പോകുമ്പോൾ നമ്മൾ ചടപ്പ് പിടിക്കും. പിന്നെ അടുത്ത മെയിൻ റീസൺ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ വരാനുള്ളത്, നമുക്കവിടെയൊക്കെ സെമി ഡിറ്റാച്ച്ഡ് ഹൗസ്, ടെറസ്ഡ് ഹൗസൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു കോർട്ട്യാർഡോ അങ്ങനത്തെ അല്ലെങ്കിൽ ഗാർഡനോ ഒന്നിനും വളരെ ബുദ്ധിമുട്ടുള്ള, ഒന്നാമത് റെൻറ്റഡ് അക്കോമഡേഷനാണ്, വളരെ ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു, നമ്മളൊക്കെ വയനാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, കുറച്ചൊക്കെ ഈ നമ്മുടെ ചെറിയ കുക്കിന് വേണ്ട സാധനങ്ങളൊക്കെ ഉള്ള, എന്താ പറയുന്നത്, വെജിറ്റബിൾസൊക്കെ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ ഓസ്ട്രേലിയയായിട്ടെന്നുള്ള പോയാലോ എന്നൊക്കെ ചിന്തിച്ചു. വീടിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യം UK-യിലുള്ള ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എല്ലാം 2 സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ടെറസ്ഡ് ഹൗസാണ്, 2 സ്റ്റോറിയാണ്. ബെഡ്റൂംസൊക്കെ മുകളിലായിരിക്കും, വാഷ്റൂം മുകളിലായിരിക്കും. നമുക്ക് താഴെ ആകെ മെയിൻ ഹാളും പിന്നെ കിച്ചണും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അധികവും വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പാരൻസിനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സ്റ്റെയർ ക്ലൈമ്പിംഗ് ഒക്കെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പെട്ടെന്നൊരു യൂറിൻ പാസ് ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് മുകളിലോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ഇറ്റ്സ് ഡിഫിക്കൽട്ടി ടു സംടൈം ഒരു ഡിഫിക്കൽട്ടി ആയിരിക്കും അത്. സോ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമുക്കിവിടെ കാണാം, ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അധികം വീടില്ല, പക്ഷേ കാണാം എല്ലാം 1 സ്റ്റോറി ബിൽഡിംഗ് ആണ് അധികവും. ഞാൻ കണ്ടെടുത്തോളം, ഇവിടെ വന്നിട്ട് 5 മാസത്തോളം കണ്ടെടുത്തോളം എല്ലാം 1 സ്റ്റോറി ബിൽഡിംഗ് ആണ്. അപ്പോൾ അത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈസിയാണ്. 1-2 ബാത്റൂമൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട്. നാട്ടിൽ അതേ ഒരു പാറ്റേൺ ആണ് കണ്ടുവരുന്നത്. നമുക്കൊരു മുറ്റം, പിന്നെ കുറച്ച് എന്താ പറയുക, കാർ പാർക്കിന് ഒരു നല്ല സ്പേസ്, അടിപൊളിയായിട്ടുള്ള വീടുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ടാണ് പറയുന്നത്. സാലറി വൈസ് എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും ഞങ്ങൾ ആ സമയത്ത് കമ്പയർ ചെയ്തപ്പോൾ കണ്ടില്ല. ഏകദേശം സെയിം സാലറി ഒക്കെയാണ്. എൻ്റെ ആ പൊസിഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ബാൻഡ് 7 ടീം മാനേജറായിരുന്നു. ഇങ്ങോട്ടേക്കും മാറി വന്നപ്പം എനിക്ക് ഏകദേശം സെയിം സാലറി ഒക്കെ ആയിരുന്നു. അപ്പോൾ സാലറി വൈസ് അല്ല, മെയിനായിട്ട് വെതർ വൈസ്, ഈ വെതർ കൊണ്ടുണ്ടാകുന്ന ഡിപ്രഷൻ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ വരുന്ന കുറവുകൾ, പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സിക്നെസ്,
ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ലൊരു വീട്, ആ വീട്ടിലുള്ള കുറച്ച് ഗാർഡനിങ്, കുറച്ച് എന്താ പറയുന്നത് വെജിറ്റബിൾസൊക്കെ പിടിപ്പിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് അങ്ങനത്തെ കൂടി ചെറിയ നമ്മളിപ്പം ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല, വളരെ ചെറിയ ആഗ്രഹങ്ങളോട് കൂടിയാണ് ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തത്. സോ ഇതൊരു നമുക്കിപ്പോൾ കാണാൻ പറ്റും, ഇപ്പോൾ ഒരു വിൻ്റർ സീസണാണ് ഇവിടെ സൗത്ത് ഓസ്ട്രേലിയയിൽ. വിൻ്റർ സീസണാണ് ഇപ്പോൾ തണുപ്പ് ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. പക്ഷേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വെയിലുണ്ട്, വെയിലും ഇന്നലെ മൊത്തം മഴയായിരുന്നു, 2 ദിവസം 3 ദിവസം നല്ല മഴയായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള അതേ കാലാവസ്ഥ മഴ. അപ്പം ഞാൻ പറയുന്നത് ഈ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ്, ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഓസ്ട്രേലിയയിലോട്ട് വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ദയവ് ചെയ്ത് മറക്കരുത് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.